ഹലോ. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിലൊരു സംഭവം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അത് ബർത്ത്ഡേ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. അതുകൊണ്ടാണ് അത് ഇന്ന് തന്നെ ഷെയർ ചെയ്യാമെന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ എൻ്റെ ബർത്ത്ഡേ ഓർമ്മകളും ഈ സംഭവം കൂടി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ബർത്ത്ഡേ വിഷയം മറക്കണ്ട കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആദ്യമായിട്ട് ബർത്ത്ഡേ വിഷ് ചെയ്ത് ആരാന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്നാൽ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് എൻ്റെ ബർത്ത്ഡേ വിഷ് ചെയ്ത് എൻ്റെ ചേച്ചിയാണ്, സൗമ്യ ചേച്ചി. ചേച്ചി അച്ഛൻ്റെ ഏട്ടൻ്റെ മോൾ, വലിയച്ഛൻ്റെ മോളാണ്. അപ്പോൾ ചേച്ചിയാണ് എന്നെ വിഷ് ചെയ്യുന്നത്. അത് ആ വർഷം തന്നെയാണ് എനിക്ക് ആദ്യമായിട്ടൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടുന്നത്. അത് അന്ന് നമ്മളെ വീട്ടിൽ പിന്നെ പശുവിന് കാർഡുകൾ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീടിൻ്റെ അടുത്തുള്ള ചേച്ചി വന്നപ്പോൾ, അന്നക്കുട്ടി എന്ന് പറഞ്ഞ ചേച്ചീൻ്റെ അവർ വീട്ടിൽ കാർഡുകൾ എടുക്കാൻ വന്ന സമയത്ത് ഇങ്ങനെ എൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞപ്പോൾ അവരെ വീട്ടിൽ പോയിട്ട് ഒരു ജെൽ പെന്ന്, ഒരു ബ്ലൂ ഇങ്കുള്ള ഒരു ജെൽ പെന്ന് ഒരു കവറിലാക്കിയിട്ട് എനിക്ക് കൊണ്ടു തന്നു. അതാണ് എൻ്റെ ലൈഫിൽ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ഒരു ഗിഫ്റ്റ് കേട്ടോ. അതെനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. അന്ന് അത് കിട്ടിയപ്പോഴോ അത് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അച്ഛനക്ക് മിഠായി വാങ്ങി തന്നു സ്കൂളിൽ കൊണ്ട് കൊടുക്കാൻ. അപ്പോൾ അത് ഭയങ്കര, നമ്മൾ വേറെ കുട്ടികളെല്ലാം സ്കൂളിൽ മിഠായി ബർത്ത്ഡേക്ക് മിഠായിയെല്ലാം കൊണ്ട് കൊടുക്കുക നമ്മൾ കാണുമ്പോൾ എനിക്ക് ആഗ്രഹമല്ലേ. അപ്പോൾ അന്ന് അച്ഛൻ എന്താ എനിക്ക് വാങ്ങി തന്നപ്പോൾ ഞാൻ അതുകൊണ്ട് പോയി ഭയങ്കര എല്ലാവരും മുമ്പിൽ പോയി എല്ലാവർക്കും മിഠായിയെല്ലാം കൊടുക്കാനുള്ള പ്രതീക്ഷയിൽ പോയി. പക്ഷേ സ്വപ്നം മാത്രമേ ഉള്ളൂ. അവിടെ പോയിട്ട് അത് വായി തുറന്ന് ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്, ഞാൻ മിഠായി കൊണ്ട് വന്നിട്ടുണ്ട്, ഇത് കൊടുക്കണം എന്നൊന്നും ടീച്ചറോട് പറയാനോ കൂടെയുള്ള കുട്ടികളോടോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് ആരോടും ഷെയർ ചെയ്യാനുള്ള ഒരു ഇതില്ലായിരുന്നു അന്ന് എനിക്ക്. അത് പറയാനുള്ള ധൈര്യമോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അത് അന്ന് നമുക്ക് എന്ന് വെച്ചാൽ റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് നമുക്ക് ഇതുണ്ടാവില്ലല്ലോ, ക്ലാസ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അസംബ്ലി കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലോട്ട് വരികയാണ്. അപ്പോൾ അന്ന് ഇത് മിഠായി എടുത്തിട്ട് ഞാൻ കൊണ്ടുപോയിട്ട് അത് അങ്ങനെ തന്നെ തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്തത്. ആർക്കും കൊടുക്കുകയൊന്നും ചെയ്തില്ല. പിറ്റേ ദിവസം കൊടുക്കാമെന്ന് വിചാരിച്ചു. പിറ്റേ ദിവസം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിറ്റേ ദിവസം കൊണ്ട് അതേപോലെ തന്നെ തിരിച്ചുകൊണ്ടുവന്നു. അതൊന്നും ആരോടും പറയാൻ, അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു എനിക്ക് ആ ടൈമിൽ കേട്ടോ. അത് കൊടുക്കാൻ ഭയങ്കര ആഗ്രഹം, പക്ഷേ കൊടുക്കാൻ അത് നമുക്ക് പറയാനുള്ള അങ്ങനത്തെ ആൾക്കാരുണ്ടാവും എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഞാൻ അങ്ങനെ ഒരാളായിരുന്നു ആ ടൈമിൽ കേട്ടോ. ഒരാളോടും എന്തെങ്കിലും പറയാനൊക്കെ എൻ്റെ വായിൽ നിന്ന് ഞാൻ എന്തെങ്കിലും പറയുന്ന സൗണ്ട് ഒന്നും പുറത്തോട്ടില്ല. ചുണ്ടാനൊക്കെ മാത്രമേ ആൾക്കാർക്ക് കേൾക്കാൻ പറ്റുള്ളൂ, കാണാൻ പറ്റുള്ളൂ, കേൾക്കാനൊന്നും പറ്റില്ല. എന്തെങ്കിലും ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻ ചോദിച്ചാലും സൗണ്ട് പുറത്തോട്ട് വരില്ല. ഞാൻ ചുണ്ട് മാത്രമല്ല, ഞാൻ പറയുന്നത് എൻ്റെ മനസ്സിൽ മാത്രമേ ഉള്ള പോലെ ഉണ്ടാവും, പുറത്ത് ആർക്കൊന്നും കേൾക്കില്ല. അങ്ങനത്തെ അത്രയും സൗണ്ട് ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ കേട്ടോ. സൗണ്ട് ഉണ്ട്, പക്ഷേ ഒരാളെ മുന്നിൽ വീട്ടിൽ നിന്ന് മാത്രമേ എനിക്ക് സൗണ്ട് വരും, പുറത്തിറങ്ങിയാൽ ആരെയും മുന്നിൽ സംസാരിക്കാൻ സൗണ്ട് വരില്ല. അങ്ങനത്തെ ഒരാളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബർത്ത്ഡേ ഞാൻ അവിടെ പോയിട്ട് പറയാനുള്ളത് കൊണ്ട് ഞാൻ മിഠായി തിരിച്ച് വീട്ടിൽ തന്നെ കൊണ്ടുവന്നു. ഭയങ്കര ആഗ്രഹിച്ചൊക്കെ ഉണ്ടെങ്കിലും ബർത്ത്ഡേക്ക് അമ്മ പായസം ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ ആ ബർത്ത്ഡേ എനിക്ക് ഒരുപാട് സ്പെഷ്യലുള്ള ബർത്ത്ഡേ ആണ്. അതായത് ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന ബർത്ത്ഡേ. അന്നാണ് എനിക്ക് എൻ്റെ ബർത്ത്ഡേ എന്നാന്ന് മനസ്സിലാവുന്നത്, ഗിഫ്റ്റ് കിട്ടുന്നത്, വീട്ടിൽ പായസം ഉണ്ടാക്കി അതിൽ മിഠായി വാങ്ങിത്തരും, അങ്ങനെയൊക്കെ ഉണ്ടായി. അതിനുശേഷം പിന്നെ അങ്ങനെ ഒരു സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല. കേക്കൊന്നും പിന്നെ അന്നും വാങ്ങിയിട്ടില്ല, പിന്നെയും വാങ്ങിയിട്ടില്ല. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ ഒരു 10ാം ക്ലാസ് എത്തുമ്പോൾ നമുക്ക് ഈ SSC ബുക്കിലേക്കുള്ള ഇതെല്ലാം ഫില്ല് ചെയ്യണമല്ലോ, സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണ്ടേ. അപ്പോൾ ആ ഡീറ്റെയിൽസ് ഇങ്ങനെ നമുക്ക് കൊണ്ടുതരും. അതിനകത്ത് നമ്മൾ സ്പെല്ലിങ്, പേരിൻ്റെ, അച്ഛൻ്റെ അമ്മേൻ്റെ പേരിൻ്റെ എല്ലാവരും സ്പെല്ലിങ് റെഡിയാണോ, ഡേറ്റ് ഓഫ് ബർത്ത് റെഡിയാണോ എന്നൊക്കെ നോക്കാൻ വേണ്ടി കൊണ്ടുതരുമല്ലോ. അപ്പോൾ അതിനകത്ത് എൻ്റെ ഡേറ്റ് 27/1/96. അതുവരെ അപ്പോൾ 26ആണല്ലോ ഡേറ്റ് ഉള്ളത്. അപ്പോൾ അതിനകത്ത് 27 കണ്ടപ്പോൾ അച്ഛനോട് പറഞ്ഞു ഒരു ദിവസത്തെ വ്യത്യാസമില്ല, അപ്പോൾ അതിനുവേണ്ടി നമ്മളിനി കുറേ നടക്കേണ്ടി വരും, അപ്പോൾ അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, ഇനി നമ്മൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റിൽ എല്ലാ കാര്യത്തിലും 27 എഴുതിയാൽ മതി എന്നുള്ള രീതിയിൽ ആക്കി. അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ ഞങ്ങൾ അതുവരെ 5ാം ക്ലാസ്സിൽ വരെ വേറെ സ്കൂളിൽ പഠിച്ചിട്ട് 6ാം ക്ലാസ് തൊട്ട് ഇവിടേക്ക് വേറെ സ്കൂളിലേക്ക് മാറിയത്. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് ചേർത്തപ്പം അവർ പറഞ്ഞപ്പോൾ ഡേറ്റ് എഴുതി തെറ്റിപ്പോയതാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറ്റിയതാണെന്ന് പറഞ്ഞിട്ട് പിന്നെ അതിന് മാറ്റാൻ നിൽക്കേണ്ടെന്നുള്ള രീതിയിൽ അങ്ങനെ തന്നെ വെച്ചു. പിന്നെ ഞാൻ പിന്നെ +2 എനിക്ക് അങ്ങനെ ബർത്ത്ഡേൻ്റെ ഓർമ്മ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഏത് സ്റ്റേജാണ് നമ്മൾ ലൈഫിൽ ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ ഞാൻ +2 എന്നേ പറയുള്ളൂ. എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായിട്ടുള്ള, ഒരുപാട് ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ള എല്ലാം, എനിക്ക് നല്ല ഫ്രണ്ട്സ് എല്ലാം ഉണ്ടായിരുന്നത് ഞാൻ +2 ഉള്ള ടൈമിലാണ് കേട്ടോ. പക്ഷേ നല്ല ടീച്ചേഴ്സ് എനിക്ക് ഓർമ്മയുള്ള, അല്ലെങ്കിൽ എന്നെ അത്രയും കെയർ ചെയ്തിട്ടുള്ള ടീച്ചേഴ്സൊക്കെ ഉണ്ടായത് +2 പക്ഷേ ആ ടൈമിൽ ഞാൻ ബർത്ത്ഡേ അങ്ങനത്തെ സംഭവം ആഘോഷിച്ചിട്ട് എനിക്ക് ഓർമ്മയില്ല. അതിനുശേഷം പിന്നെ കോളേജിലെത്തിയപ്പം ഇതേപോലെ തന്നെ ഞാൻ സെപ്റ്റംബറിലാണ് കോളേജ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. സെപ്റ്റംബറിൽ ജോയിൻ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മൾ ഫസ്റ്റ് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബറിലാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ജനുവരി വരെയുള്ള ഈ മാസം ഉണ്ടല്ലോ, ഇത്രയും ഇടയ്ക്ക് നമ്മളെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിൽ, നമ്മളവിടെ ചെന്നിട്ട് ഫ്രണ്ട്സിനകത്ത് 3 പേരെ ബർത്ത്ഡേ കഴിഞ്ഞു. അപ്പോൾ അവിടെ നിന്നാണ് ഞാനിങ്ങനെ ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കുക, കേക്ക് കട്ട് ചെയ്യുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുന്നത്. സർപ്രൈസ് കൊടുക്കുന്ന സംഭവം തന്നെ ഞാൻ അന്നാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ അതിൽ പ്ലാൻ ചെയ്യുന്ന നമ്മളെ കൂട്ടത്തിലെ ഫ്രണ്ട്സ് എല്ലാം കൂടി ഇങ്ങനെ പ്ലാൻ ചെയ്യുകയാണ്. അതിനകത്ത് ഫസ്റ്റ് ബർത്ത്ഡേ ഉണ്ടായിരുന്ന ആളുടെ ബർത്ത്ഡേ നമ്മൾ സ്കൂളിൽ വന്നിട്ട് കോളേജിൽ പോയിട്ട് പിന്നെ നമ്മൾ ആദ്യമായിട്ട് നാട്ടിൽ പോയിരിക്കുന്ന സമയത്തായിരുന്നു ബർത്ത്ഡേ ഉണ്ടാകും. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ അവർക്ക് ബിലേറ്റഡ് ബർത്ത്ഡേ ഇത് കൊടുക്കാമെന്ന് പറഞ്ഞ് സർപ്രൈസായി കൊടുക്കാമെന്നുള്ള രീതിയിൽ എല്ലാവരും കൂടി പ്ലാൻ ചെയ്യണം. അപ്പോൾ എനിക്കിതിനെപ്പറ്റൊന്നും അറിയില്ലെന്നൊന്നുമല്ല, ഇങ്ങനെ ഇവർ പറയുന്നതെല്ലാം കേട്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അത് ഞാൻ കേക്കെല്ലാം കട്ട് ചെയ്യുന്നത് ഇതെല്ലാം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ അങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ് കാണുന്നത്, ഒരാൾ കേക്ക് കട്ട് ചെയ്യുന്നത് തന്നെ അങ്ങനെ കൊടുക്കുന്നത്, ഇതെല്ലാം കാണുന്നത്, അങ്ങനെ നമ്മൾ സർപ്രൈസ് കൊടുക്കുന്നത്, അങ്ങനത്തെ സംഭവമൊക്കെ ആദ്യമായിട്ട് കാണുന്നത്.
പിന്നെ ഞാൻ അങ്ങോട്ട് വെയിറ്റിംഗ് ആണ്. പിന്നെ അടുത്ത നെക്സ്റ്റ് 2 പേരും കൂടെ അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ്, എൻ്റെ ബർത്ത്ഡേ വരാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ഇതുപോലെ സർപ്രൈസ് കിട്ടും. അതിനായിട്ട് ഞാൻ അങ്ങനെ ജനുവരി ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ ജനുവരി ആയാൽ ഞാൻ ഭയങ്കര പ്ലാനിങ് ചെയ്ത് മുന്നേ കൂട്ടി ബർത്ത്ഡേ തലേദിവസം ആരും കാണാണ്ട് ഇവർ കാണാണ്ടെല്ലാം പോയി ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാനുള്ളത് പ്ലാനിങ് ഒക്കെ ചെയ്ത് എല്ലാവർക്കും സർപ്രൈസ് കൊടുക്കുന്ന പിന്നെ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്കത് കിട്ടാനുള്ള ഇതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ ജനുവരി 26 25 ഞാൻ വിചാരിക്കും. അപ്പോൾ ഞാൻ ഇവർ ഇങ്ങനെ എന്തെങ്കിലും രഹസ്യം പറയുമോ അല്ലെങ്കിൽ പുറത്തുമൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നത് എനിക്ക് എൻ്റെ കേക്ക് ഇവർ വാങ്ങാൻ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ കേക്കിൻ്റെ കാര്യം പ്ലാൻ ചെയ്യാനുള്ള ഇതിൽ ഞാൻ ഇരിക്കട്ടോ. അപ്പോൾ ഞാൻ അറിഞ്ഞൊന്നും കാണിക്കേണ്ട, ഞാൻ സർപ്രൈസ് ആവാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ഇവർ പറയുന്നത് ഒന്നും അറിഞ്ഞിട്ടില്ലാത്ത രീതിയിൽ ഇരിക്കാന്നുള്ള രീതിയിലൊക്കെ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. അങ്ങനെ സാധാരണ 12 മണിയാകുമ്പോഴാണ് ഇവർ മറ്റേവരിൽ കട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഉറങ്ങിയ പോലെ കിടക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അന്ന് തീർന്നു, 26 തീയതി. അപ്പോൾ ഞാൻ വിളിച്ചു. അപ്പോൾ അതിന് മുന്നേ ഉള്ളത് ഇതുപോലെ നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ ഇതിന് മുന്നുണ്ടായിരുന്ന ബർത്ത്ഡേൻ്റെ ഫ്രണ്ടിൻ്റെ കാര്യത്തിന് ഇങ്ങനെ പറഞ്ഞായിരുന്നു അവരിന്ന് പ്രതീക്ഷിക്കുക, അതുകൊണ്ട് നമുക്ക് നാളെ ചെയ്യാം അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ വിളിച്ചു അതേപോലെ ചെയ്യാനായിരിക്കും എന്നുള്ള രീതിയിൽ ഞാൻ പിന്നെയും സർപ്രൈസ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ 26 തീയതി 26 തീയതി രാവിലെ കഴിഞ്ഞു. അന്ന് പിന്നെ ക്ലാസ് ഒന്നുമില്ല, അങ്ങനെ ഇതെല്ലാം കോളേജെല്ലാം പോയി തിരിച്ചു വന്ന് പിന്നെ വൈകുന്നേരം. അപ്പം ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് സാധാരണ എല്ലാ കുട്ടികളും ഹോസ്റ്റലിലുള്ള. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് ഞങ്ങൾ ഫ്രണ്ട്സ് മാത്രം പുറത്തായിട്ട് ഹോസ്റ്റലിൻ്റെ ഇത് തന്നെ അവർ കോളേജിൻ്റെ വകയുള്ളത് തന്നെ, പക്ഷേ ഹോസ്റ്റലിൽ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പുറത്ത് ഒരു ക്വാർട്ടേഴ്സ് പോലുള്ള സ്ഥലത്താണ് ഞങ്ങൾ ഫ്രണ്ട്സ് മാത്രം നിൽക്കുന്നത്. ഞങ്ങൾ ലാസ്റ്റ് കുറച്ച് കുട്ടികളെ അങ്ങനെ മാറ്റിയിട്ട് നിർത്തി. ബാക്കി എല്ലാവരും പഴയ ഹോസ്റ്റലും പുതിയ ഹോസ്റ്റലിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അതുവരെ പുറത്തായിട്ട് ഒരു ക്വാർട്ടേഴ്സിലാണ് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ക്വാർട്ടേഴ്സിൻ്റെ അടുത്ത് തന്നെയാണ് ഞങ്ങൾ സാൻസ്ക്രിറ്റ് പഠിപ്പിക്കുന്ന സാറിൻ്റെ വീടുള്ളത്. അപ്പോൾ അവർ ഫാമിലിയായിട്ട് താമസിക്കുകയാണ്. അപ്പോൾ ഇവരെന്താക്കി ഞങ്ങൾ വൈകുന്നേരം സാറിൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി ഞങ്ങൾ വിളിച്ചു. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി. അപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യണം, ചിലപ്പോൾ ഇവർ ഇത് കഴിഞ്ഞിട്ടായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ ചെന്നിട്ട് കേക്ക് പോലെ മുറിച്ചു. അപ്പോൾ ഞങ്ങൾ അതിന് മുന്നേ ഉണ്ടായിരുന്ന അപ്പം പെട്ടെന്ന് ഇവർ പറഞ്ഞുകൊണ്ട് ഗിഫ്റ്റ് ഒന്നും വേണ്ടില്ല. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ടെഡി ബെയർ എല്ലാം കൊണ്ട് ആ കുട്ടിക്ക് കൊണ്ട് കൊടുത്ത് ഞങ്ങൾ ബർത്ത്ഡേ കേക്കെല്ലാം കഴിച്ചിട്ട് ഇങ്ങനെ വരണം. അപ്പോൾ ആണ് പെട്ടെന്ന് ഇവരെല്ലാം മുഖത്തിൽ ഒരു ചേഞ്ച് വന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർ സംഭവം മറന്നുപോയി. എൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞൊരു സംഭവം ഇവർക്ക് ഓർമ്മയുണ്ടായിട്ടില്ല. അത് മറന്നു പോകാനുള്ള ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എനിക്കന്നേരം FB വാട്സപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇതുപോലെ വിഷ് ചെയ്യുക, വിളിച്ച് എല്ലാവരും ബർത്ത്ഡേ ഒക്കെ ആകുമ്പോഴത്തേനും വിളിച്ച് വിഷ് ചെയ്യുക അങ്ങനത്തെ സംഭവം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും എന്തായാലും മറന്നു പോയാലും ഓർക്കാനൊരു സാഹചര്യം ഉണ്ടാവും. അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കെല്ലാം FB എല്ലാം നോട്ടിഫിക്കേഷൻ അങ്ങനെയൊക്കെ ആയിട്ട് വരുമല്ലോ. എനിക്ക് സംഭവങ്ങളൊന്നുമില്ല, ഞാനവിടെ ഒരു ആളുണ്ട് എന്നല്ലാണ്ട് വേറെ ഒന്നും അവർക്ക് മനസ്സിലാക്കാൻ. അതുകൊണ്ടൊക്കെ തന്നെ അവരത് മറന്നുപോയി. അപ്പോൾ അവർക്ക് ഭയങ്കര വിഷമം എന്ന് വെച്ചാൽ അങ്ങനെ മറന്നുപോയല്ലോ എന്നുള്ളതും കൊണ്ട് അവർ ഭയങ്കര വിഷമത്തിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതൊക്കെ എനിക്ക് കേൾക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ പിന്നെ ഞാനത് വിട്ടു. അത് സാരില്ല, എനിക്ക് കുറച്ച് വിഷമമായി. എന്നുവെച്ചാൽ ഞാൻ സർപ്രൈസ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെ സംബന്ധിച്ച് അവർക്ക് അങ്ങനെ ഒരു കാര്യം മറന്നുപോയത് അവർ തെറ്റില്ല. എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഇതൊന്നും നോട്ടിഫിക്കേഷൻ അതൊന്നും വരാനുള്ള ഒരു ഇത് എൻ്റെ ഇതിനകത്തില്ല. അപ്പോൾ അതുകൊണ്ട് അവരങ്ങനെ മറന്നു. അപ്പോൾ അവർക്ക് പക്ഷേ അത് ഭയങ്കര വിഷമമായി. എനിക്ക് വിഷമമായെങ്കിലും ഞാനത് പുറത്ത് കാണിച്ചില്ല. അതിനിപ്പോൾ എന്താണെന്നുള്ള രീതിയിൽ ഇങ്ങനെ നിന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം പിറ്റേ ദിവസം കോളേജിൽ നിന്ന് ഞാൻ അറിയാണ്ട് നമ്മളെ കോളേജിൻ്റെ വേറെ ഒരു ക്ലാസ് റൂമിൽ വെച്ചിട്ട് എല്ലാവരും ക്ലാസ്സിലെ കുട്ടികളെ എല്ലാവരും കൂടി വിളിച്ചിട്ട് ഞാൻ അറിയാണ്ട് എന്നെ അവിടെ കൊണ്ടുപോയി അങ്ങനെ കേക്ക് മുറിച്ചു. അപ്പം സാധാരണ ഞങ്ങൾ ഫ്രണ്ട്സ് മാത്രം മുറിക്കുന്നിടത്ത് എല്ലാ ക്ലാസ്സിലും എല്ലാവരും കൂട്ടി അതിൻ്റെ അവർ മറന്നുപോയല്ലോ എന്നുള്ളൊരിതും കൊണ്ട് പിറ്റേ ദിവസം എൻ്റെ കേക്ക് കട്ടിങ് നടത്തിയിട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ആദ്യമായിട്ട് കേക്ക് കട്ട് ചെയ്യാണ്, കുറേ ആൾക്കാർ മുന്നിൽ വെച്ച് എല്ലാവരും ഇതിൽ നിന്നിട്ട് കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്ത് അത് ഭയങ്കര സന്തോഷം. എല്ലാവരും വിഷൊക്കെ ചെയ്ത് ഭയങ്കര സംഭവമാക്കിയിട്ട് നടന്നു. അതാണ് എൻ്റെ ഫസ്റ്റ് കേക്ക് കട്ടിങ് എന്ന് പറയുന്നത്. അത് ജനുവരി 27 നടന്നത് കേട്ടോ. 26 ബർത്ത്ഡേ 27 നടത്തി. അന്നേരം സന്തോഷം വെച്ചാൽ ഫസ്റ്റത്തെ ബർത്ത്ഡേ കഴിഞ്ഞല്ലോ. അതിനുശേഷം ഞാൻ എന്താക്കും എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ അനിയത്തിനോട്, അച്ഛൻ്റെ അനിയനെ മോളുണ്ട് വാവാന്ന് പറഞ്ഞ് വാവനോട് ഞാൻ മെസ്സേജ് അയക്കും, എൻ്റെ ബർത്ത്ഡേ നാളെയാണ് നീ എന്നെ വിഷ് ചെയ്യണം. അതേപോലെ അവളും അവളുടെ ബർത്ത്ഡേ ആകുമ്പോൾ മെസ്സേജ് അയക്കും, എൻ്റെ ബർത്ത്ഡേ നാളെയാണ് എന്നെ വിഷ് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ടും വിഷ് ചെയ്യുന്നു കേട്ടോ. അതിൻ്റെ പിന്നത്തെ പ്രാവശ്യം തൊട്ട് അതുപോലെ തന്നെ ചേട്ടായി പിന്നെ എല്ലാ വർഷവും ചേട്ടായി വിളിച്ച് വിഷ് ചെയ്യുന്നു കേട്ടോ. ധനീഷേട്ടായി വലിച്ചൻ്റെ മോൻ, പിന്നെ അതുപോലെ സൗമ്യ ചേച്ചിയും പിന്നെ അങ്ങനെ എല്ലാവരും വിളിച്ചു. പിന്നെ ഇങ്ങോട്ടുള്ള എല്ലാ വർഷങ്ങളും അത് ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല കേട്ടോ, അവർ തന്നെ വിളിച്ച് വിഷ് ചെയ്യലുണ്ടായിരുന്നേ. എല്ലാവരും ചേച്ചി വിഷയം, ചേട്ടായി വിഷയം, പിന്നെ അനിയൻ, അങ്ങനെ കോളേജിലും ഉള്ളവരും സ്കൂളിലുള്ളവരും എല്ലാവരും എന്നെ വിഷ് ചെയ്യായിരുന്നു. അതിന് ശേഷം പിന്നെ എനിക്ക് FB വാട്സപ്പൊക്കെ വന്നതിന് ശേഷം പിന്നെ എല്ലാവരും അറിയുമല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാവരും വിഷൊക്കെ ചെയ്യായിരുന്നു. എല്ലാ വർഷവും അങ്ങനത്തെ വിഷിങ് ഇതെല്ലാം കിട്ടുക. അതൊക്കെ കോളേജിൽ പോയതിനു ശേഷം വന്നുള്ള സംഭവങ്ങളാണ്. ഇതെല്ലാം പറയുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും ഇതെന്തെന്നായി പറയുന്നതെന്ന് വിചാരിക്കുമായിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ച് അതെല്ലാം ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ സെക്കൻഡ് ഇയറിലും ബർത്ത്ഡേ കേക്കിങ് കട്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നത്തെ വർഷം തൊട്ട് ഇങ്ങനെ ഇതുപോലെ തന്നെ എല്ലാവരും നമ്മളിങ്ങോട്ട് ഇത് വരുമ്പോൾ അവരൊക്കെ തിരിച്ച് എന്തെങ്കിലുമൊക്കെ ചിലവ് കൊടുക്കുക അങ്ങനത്തെ സംഭവമൊക്കെ ഇങ്ങനെ കുട്ടികളെല്ലാവരും അപ്പോൾ തന്നെ എല്ലാവരും ഭയങ്കര കമ്പനിയൊക്കെ ആയല്ലോ. അപ്പോൾ അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് എനിക്ക് പൈസേൻ്റെ ബുദ്ധിമുട്ടെല്ലാം ഉള്ളതുകൊണ്ട് ഫ്രണ്ട്സ് തന്നെ പറഞ്ഞിട്ട് ചിലവ് കൊടുക്കുന്നതിന് പകരം സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് ഞങ്ങൾ തന്നെ റൂമിൽ കുക്ക് ചെയ്തിട്ട് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു തെങ്ങിൻ തോപ്പിലൊക്കെ പോയി നിന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി കഴിച്ചു. അതാണ് എൻ്റെ പിന്നത്തെ ബർത്ത്ഡേ എന്ന് പറയുന്നത് കേട്ടോ.
അങ്ങനെ ഒരു 3 ബർത്ത്ഡേ, അതിൽ 3ാമത്തെ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഇവരെനിക്ക് ഗിഫ്റ്റൊക്കെ വാങ്ങി തന്നു. അതും എൻ്റെ ലൈഫിൽ ആ പെണ്ണ് കിട്ടിയതിന് ശേഷം എനിക്ക് ഒരാൾ ഗിഫ്റ്റ് തരുന്നതൊക്കെ ഇവർ കൂടെ നിന്നതിന് ശേഷമാണ്. ഇവരെല്ലാവരും ഡ്രസ്സും അങ്ങനെയൊക്കെ വാങ്ങി. ആ പ്രാവശ്യം എനിക്ക് ഒരുപാട് ഗിഫ്റ്റൊക്കെ കിട്ടി. ചേട്ടന്മാരും എൻ്റെ അനിയനെല്ലാം കൂടിയിട്ട് നാട്ടിൽ നിന്ന് എനിക്കൊരു ഗിഫ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു മൂന്നാമത്തെ വർഷത്തെ 3rd ഇയറിലെ ബർത്ത്ഡേക്ക്. അപ്പോൾ അതുപോലെ തന്നെ ഫ്രണ്ട്സും എനിക്ക് എല്ലാവരും കുറേ ഗിഫ്റ്റൊക്കെ തന്നു. അങ്ങനെ ഗിഫ്റ്റ് കിട്ടിയൊരു വർഷമായിരുന്നു കോളേജിൽ എൻ്റെ 3ാമത്തെ വർഷത്തെ ബർത്ത്ഡേക്ക്. അതുപോലെ തന്നെ ആ ബർത്ത്ഡേ ഞാൻ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ട ഒരു ബർത്ത്ഡേ കൂടെ ആയിരുന്നു അത് കേട്ടോ. എന്താ വെച്ചാൽ എൻ്റെ ഗിഫ്റ്റ് കിട്ടിയ ഏട്ടന്മാർ അയച്ച ഗിഫ്റ്റിനകത്ത് മെർക്കുറി പോയിട്ട് എല്ലാവരും കയ്യിലൊക്കെ ഗോൾഡും വളേൻ്റെ റിങ്ങിൻ്റെ ഇതെല്ലാം കളറ് പോയി, മെർക്കുറി വീണിട്ട്. അങ്ങനെ ഞാനിങ്ങനെ ഫോണിൽ ഇത് ഗിഫ്റ്റ് അയച്ചവർക്കെല്ലാം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരാണ് ഇത് ഓപ്പൺ ചെയ്തത്. അപ്പോൾ ഓപ്പൺ ചെയ്തപ്പം ഇവരെല്ലാം കയ്യിലായി. അങ്ങനെ എല്ലാവരും ഗോൾഡിൻ്റെ എല്ലാം കളറൊക്കെ പോയി. അങ്ങനെ ഭയങ്കര ടെൻഷനായി, ഭയങ്കര എല്ലാവരും എനിക്ക് ഞാൻ കുറേ കറിയൊക്കെ ചെയ്തു. അത് പിന്നെ ഞങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കി അതെല്ലാം റെഡിയാക്കി എടുത്ത് ചൂടാക്കി ചെയ്തപ്പോൾ അത് റെഡിയായി വന്നു. പക്ഷേ ആ ഒരു ടൈമിൽ ഒരുപാട് ടെൻഷൻ അടിച്ച് ഒരുപാട് സങ്കടപ്പെട്ട്, എത്ര സന്തോഷിച്ച് അതേപോലെ തന്നെ സങ്കടപ്പെട്ട ഒരു ബർത്ത്ഡേ ആയിരുന്നു ആ വർഷത്തെ കേട്ടോ. പിന്നെ ഇപ്പോൾ പൈസേൻ്റെ ഗിഫ്റ്റ് ആണെങ്കിലും ചെറിയ ഗിഫ്റ്റ് ആണെങ്കിലും ഒരു വിഷയമാണെങ്കിലും അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ചെറിയ പൈസേൻ്റെ ആണെങ്കിലും ഒരു മിഠായി ആണെങ്കിൽ പോലും അതെന്നെക്കൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ. അത് ഒരാൾക്ക് കൊടുത്തിട്ട് അവരെ സന്തോഷം കാണുന്നതും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്കൊരാൾ തരുമ്പോൾ ഉണ്ടാകുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതെല്ലാം ആഘോഷങ്ങൾ അങ്ങനത്തെ ഇതൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ടോ. അതെനിക്ക് പിന്നെ ഇങ്ങനെ കല്യാണം കഴിച്ചാൽ ആ ഒരു സ്റ്റേജിലെത്തിയപ്പം അച്ഛൻ ജാതകം ഉണ്ടാക്കാൻ പോയി. അപ്പോൾ ജാതകം ഉണ്ടാക്കാൻ പോയ സമയത്ത് ഈ അച്ഛന് എൻ്റെ വർഷം ഓർമ്മയുണ്ടായിട്ടില്ല. വർഷം ഞങ്ങൾ അച്ഛൻ്റെ ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു 96 എന്നുള്ള ഒരു ഡേറ്റ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഡേറ്റോ ഇത് വർഷം ഒന്നും അച്ഛന് ഓർമ്മയില്ലെങ്കിലും അച്ഛൻ ഏത് ഉറക്കത്തിൽ വിളിച്ചു വെച്ചാൽ എൻ്റെ നാള് ഭരണിയാണെന്ന് അച്ഛൻ ഉറപ്പാണ്. അത് അച്ഛൻ എപ്പോഴും പറയും അങ്ങനെ ഭരണിയാണെന്ന്. അപ്പോൾ ഈ ഞങ്ങൾ ജാതകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ പോയ സമയത്ത് അവിടെ നിന്ന് പണിക്കർ പറഞ്ഞു 26/1/96 വരുമ്പോൾ എൻ്റെ നാള് അശ്വതിയാണ് വരിക, ഭരണിയല്ലാന്ന് പറഞ്ഞു. ഭരണിയല്ലാന്ന് പറഞ്ഞപ്പോൾ അച്ഛനത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അച്ഛൻ പറഞ്ഞു ഒരിക്കലും ഭരണി അശ്വതി ആവില്ല, ഭരണി തന്നെയാണെന്ന് അച്ഛൻ ഉറപ്പാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡേറ്റ് വ്യത്യാസം വരും. അപ്പോൾ 26 ആണെങ്കിൽ എന്തായാലും ഭരണി ആവില്ല എന്ന് അയാൾ ഉറപ്പിച്ച് പറഞ്ഞു. അപ്പോൾ അച്ഛൻ എന്താക്കി, നമ്മളെ പഞ്ചായത്ത് ഞാൻ ജനിച്ച ഇതിലുള്ള പഞ്ചായത്തിൽ പോയിട്ട് ജനന സർട്ടിഫിക്കറ്റ് ശരിയാക്കി. അപ്പോൾ നോക്കുമ്പോഴാണ് അറിയുന്നത് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് 27/1/96 26/1/96 അല്ലാന്ന്. അതുവരെ ഞാൻ വിശ്വസിച്ചു. എൻ്റെ 24 വർഷം ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് 20 പറഞ്ഞുകൊണ്ടൊന്നും എൻ്റെ മനസ്സിലും എല്ലാം ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് 26. അപ്പോൾ എൻ്റെ അറിയുന്ന എല്ലാവർക്കും അറിയുന്നത് 26 എൻ്റെ ബർത്ത്ഡേ എന്നാണ്. അപ്പോൾ ഇപ്പോഴും എല്ലാവരും എന്നെ വിഷയം 26 ആകെപ്പാട് കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ 27 കേട്ടോ. ഉള്ള ഫ്രണ്ട്സിന് അതുപോലെ ഇപ്പം ഇന്നലെയും കൂടെ എന്നെ അനിയത്തി ഞാൻ പറഞ്ഞില്ലേ വാവ അവളെന്നെ വിഷ് ചെയ്തിട്ടുള്ളൂ. എന്നുവെച്ചാൽ ആർക്കും അറിയില്ല ഇങ്ങനെ ഒരു മാറ്റം സംഭവിച്ചത്. അപ്പോൾ ശരിക്കും ബർത്ത്ഡേ എനിക്ക് മാറിയത് ഇങ്ങനെയാണ് ഞാൻ അറിയുന്നത് എൻ്റെ ബർത്ത്ഡേ ഇതാണ്. അപ്പോൾ അത് 26 ഇങ്ങനെ വിചാരിച്ചിരുന്നു, അതൊന്നും എനിക്ക് ഓർമ്മയില്ല. 26 അമ്മയൊക്കെ എപ്പം പറയും 26 ജനിച്ച് വെള്ളിയാഴ്ച ജനിച്ചതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓർമ്മ വെച്ച് ചേച്ചിയൊക്കെ അന്ന് വിഷ് ചെയ്തതെല്ലാം ഓർമ്മയുണ്ടെന്നല്ലാണ്ട് അതെനിക്കറിയില്ലായിരുന്നു 27 ആർക്കും അറിയില്ലായിരുന്നു. അന്നാണ് ഞങ്ങൾ തിരിച്ചറിയുന്നത് എൻ്റെ ബർത്ത്ഡേ 27. 2 ബർത്ത്ഡേ ഉള്ള ഒരാളാണ് ഞാൻ. 24 വയസ്സ് വരെ 26 തീയതി ആഘോഷിക്കും, അതിനുശേഷം 27 തീയതി എന്നുള്ള രീതിയിലായ ഒരാളാണ് ഞാൻ. അപ്പോൾ ഇങ്ങനത്തെ ബർത്ത്ഡേ ആർക്കെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ലൈഫിലുണ്ടായ ഒരു സംഭവം. ലൈഫിൽ ഞാൻ 24 വർഷങ്ങൾക്ക് ശേഷം തിരിച്ചറിഞ്ഞ ഒരു സംഭവമാണ് എൻ്റെ ബർത്ത്ഡേൻ്റെ ഡേറ്റ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ബർത്ത്ഡേ വിഷ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.